അപ്പോൾ ഗൈസ് ഫോണ് പോയി. ഹോയ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമാർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഫോണ് പോയി. അപ്പോൾ ഇത്രയും കാലം ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നത് ഐഫോണിലായിരുന്നു. അതിന് മുന്നേ ഞാൻ സാധാ ഫോണിലായിരുന്നു, ഓപ്പോൻ്റെ ഫോണിലൊക്കെ ആയിരുന്നു വീഡിയോ ചെയ്തിരുന്നത് കുറേ മുന്നേ. അന്നൊന്നും റീച്ചില്ല, ഒന്നുമില്ല. പിന്നെ ഐഫോണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണല്ലോ ക്ലാരിറ്റി, അതുപോലെ തന്നെ ഇത് കൂടുമ്പോഴാണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വാങ്ങിയൊരു ഫോണാണ് ഐഫോൺ 13. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് 13 എടുത്തപ്പോൾ. അപ്പോൾ 13 എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഇപ്പോൾ എൻ്റെ റീൽസും കാര്യങ്ങളും ഒക്കെ ഈ കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അത് റീച്ച് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഫോണ് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിരുന്നു. ഫോണ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേറൊരു ഫോൺ എടുക്കണമല്ലോ. അപ്പോൾ ഗൈസ്, ഞാൻ പുതിയൊരു ഫോൺ എടുത്തു. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ പുതിയ ഐഫോണിൻ്റെ വിഷ്വലാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത് അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏതാ ഫോണ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരുവിധം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഐഫോൺ 14 Pro Max ആണ് ഞാൻ എടുത്തത്. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കൊടുക്കാൻ കാരണം ഒന്നാമത് 128 ഉള്ളൂ സ്റ്റോറേജ്. പിന്നെ അതുപോലെ തന്നെ ചാർജ് നിൽക്കണില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിട്ട് ചാർജ് പിന്നെയും കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറേജ് ഭയങ്കരമായിട്ട് ഇഷ്യൂ. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് ഫുള്ള് മൊത്തം ഡിലീറ്റ് ആക്കിയിട്ട് വേണം അടുത്തൊരു വീഡിയോ എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സാധാരണ യൂസിന് വേറെ ഫോണുണ്ട്, എന്നിരുന്നാലും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഫോണ് ചേഞ്ച് ചെയ്യണമെന്നും കുറേ ഇങ്ങനെ ചിന്തിക്കണം. കുറേ എന്നല്ല, ഈയിടായിട്ട് ഇപ്പോൾ സ്റ്റോറേജിൻ്റെ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ മാറ്റാൻ സിറ്റുവേഷൻ കൊണ്ടൊന്നും പറ്റിയില്ല. ഫണ്ടിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫണ്ട് സെറ്റ് ആയതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ വെച്ചാൽ മാറ്റേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതുമല്ല, ഇപ്പോൾ 13 മാർക്കറ്റ് കുറഞ്ഞ് വരികയല്ലേ. അപ്പോൾ ഇനി എൻ്റെ കയ്യിൽ വെച്ചിരുന്നാൽ അതിനൊന്നും കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ അതാണ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഫണ്ട് കിട്ടുമല്ലോ വിചാരിച്ചു. പിന്നെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും 13 കൊടുത്തു. 14 Pro Max ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ 13 14 Pro Max തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ 3x കാര്യങ്ങളും സിനിമാറ്റിക്കിൽ തന്നെ 4K 3x കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളൊരു സെറ്റപ്പിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്നാണ് നമുക്ക് പൊളിക്കണം ഗൈസ്. എല്ലാവരും കട്ടൊക്കെ കൂടെ ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങൾ ലോങ് വീഡിയോക്ക് തീരെ സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങളെ ഫാമിലിക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. ഞാൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടിലം വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്. ഞാൻ പോകുന്നു. ബൈ.